13-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിലെ സാന്താരിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് അവിശ്വസ്തനായിരുന്നതിനാൽ ഏറെ അസ്വസ്ഥയായിരുന്നു. ഇതിനു പരിഹാരം കാണാനായി അവൾ ഒരു ദുർമന്ത്രവാദിനിയെ സമീപിച്ചു. സേവനങ്ങളുടെ വിലയായി ആ മന്ത്രവാദിനി ചോദിച്ചത് ഒരു വാഴ്ത്തിയ ഓസ്തിയായിരുന്നു. സെന്റ് സ്റ്റീഫൻ പള്ളിയിലെ കുർബാനയിൽ പങ്കെടുത്ത സ്ത്രീ ഓസ്തി നാവിൽ സ്വീകരിച്ച ശേഷം അത് വായിൽ നിന്നെടുത്ത് ഒരു തുവാലയിൽ പൊതിഞ്ഞ് പള്ളിയുടെ കവാടത്തിലേക്ക് നീങ്ങി. പക്ഷേ പുറത്തു കിടക്കും മുമ്പ് ഓസ്തിയിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. വീട്ടിലെത്തിയപ്പോൾ രക്തം പുരണ്ട ഓസ്തി അവർ ഒരു ലോഹപ്പെട്ടിയിലാക്കി. അന്നു രാത്രിയിൽ പെട്ടിയിൽ നിന്നും ഒരത്ഭുത വെളിച്ചം പുറപ്പെട്ടു. ചെയ്തുപോയ തെറ്റിൽ അവർ പശ്ചാത്തപിച്ചു. പിറ്റേന്ന് രാവിലെ അച്ഛനോട് അവൾ കുമ്പസാരം നടത്തി. അച്ഛൻ അവരുടെ വീട്ടിലെത്തി വീണ്ടെടുത്ത ഓസ്തി പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുകയും ചെയ്തു. സൂക്ഷ്മാന്വേഷണങ്ങൾക്ക് ശേഷം അത്ഭുതമായി അംഗീകാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയുടെ പേര് ചർച്ച് ഓഫ് ദ ഹോളി മിറാക്കിൾ എന്ന് മാറ്റപ്പെടുകയും ചെയ്തു. രക്തം പുരണ്ട ഈ ഓസ്തി ഇന്നും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്.